കേരളം കണ്ട ഏറ്റവും മികച്ച പ്രഭാഷകരിൽ ഒരാളാണ് നമ്മുടെ MP ശ്രീ അബ്ദുൾ സമദ് സമദാനി. വ്യത്യസ്ത ഭാഷകളിൽ പാണ്ഡിത്യമുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു 5 പ്രഭാഷകരെടുത്താൽ അതിൽ ഒരാളാണെന്ന് നിസ്സംശയം പറയാം. എന്റേതടക്കമുള്ള ഒരുപാട് തലമുറകൾ ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, ശ്രീ സുകുമാർ അഴീക്കോടിന്റെ പ്രസംഗങ്ങൾ, അങ്ങനെ ഒരുപാട് കേരളത്തിലെ മികച്ച പ്രഭാഷകരുണ്ട്. എല്ലാ പാർട്ടികളിലും പെട്ട വ്യത്യസ്ത ചിന്താധാരകളിൽ പെടുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് വളർന്നവരാണ്. എന്നാൽ ഇന്നലെ അദ്ദേഹത്തെ ചില ആൾക്കാരെങ്കിലും ട്രോൾ ചെയ്യുന്നതോ അനാവശ്യമായി കാര്യം അറിയാതെ വിമർശിക്കുന്നതോ കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഇദ്ദേഹം ശ്രീ രാഹുൽ ഗാന്ധിയുടെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ ഷാഡോ പ്രൈം മിനിസ്റ്ററായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തർജ്ജിമ ചെയ്തപ്പോൾ ടെക്നിക്കലായ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ കേൾക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ സഞ്ജു സാംസൺ എന്നടക്കമുള്ള പേരുകൾ ഇദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യമാണ്. ഞാൻ അതിന്റെ സംഘാടകരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ മൈക്ക് അടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ ബോക്സ്, മോണിറ്ററിംഗ് ബോക്സ്, അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ കാരണം ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല. അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ ട്രോളുന്ന ചില ആൾക്കാരെ കണ്ടു. ഇദ്ദേഹത്തെ പോലെ തന്നെ മുതിർന്ന ഇത്ര പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനെ വസ്തുത അറിയാതെ നമ്മൾ അങ്ങനെ ട്രോൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പൊ മുഖ്യധാര 1-2 മാധ്യമങ്ങളിലടക്കം ഇതിന്റെ വാർത്തകൾ പലപ്പോഴും വരികയുണ്ട്. ഇപ്പൊ ഏഷ്യാനെറ്റ് അടക്കമുള്ള നമ്മുടെ എല്ലാ ചാനലുകളിലെയും വാർത്തകൾ വന്നു. ലോകകപ്പിൽ സഞ്ജുവിന്റെ ഹീറോയിസത്തെ വാഴ്ത്തി രാഹുൽ ഗാന്ധി, പക്ഷെ സമദാനിയുടെ പരിഭാഷ കേട്ടി ഞെട്ടി സദസ് എന്നാണ് പറയുന്നത്. അതായത് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ ഇത്രയും വലിയ, ഈ പ്രഭാഷകർക്ക് പലപ്പോഴും ഇതറിയാം, ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോകുന്നുണ്ടോ എന്നറിയാം. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വേദിയിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് തിരിച്ചു കേൾക്കാൻ പറ്റാറില്ല. അപ്പൊ ഒരു ട്രാൻസ്ലേറ്റർക്ക് ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. സമദാനി സാഹിബ് തന്നെയാണ് 2 ദിവസം മുമ്പ്, അല്ലെങ്കിൽ പല ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ഒരുപാട് പേരുടെ ഒരു പ്രഭാഷണം പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം തന്നെ ഏറ്റവും മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ്, ശ്രീമതി സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കം അവരുടെ പ്രസംഗങ്ങൾ, ഗുലാം നബി ആസാദ്, ഞാൻ അതിന്റെ ഒരു പട്ടിക നോക്കുകയായിരുന്നു. ഏറ്റവും പ്രമുഖരും പ്രഗത്ഭരുമായ ഒരുപാട് പേർ, അതായത് വ്യത്യസ്ത പാർട്ടികളിലെ ആൾക്കാർ, ശ്രീ മുലായം സിംഗ് യാദവ്, ശ്രീ നിതീഷ് കുമാർ അടക്കം ഒരുപാട് പ്രഗത്ഭരുടെ പ്രസംഗങ്ങൾ തർജ്ജമ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തെ അങ്ങനെ ട്രോളുന്ന കണ്ടപ്പോൾ എനിക്കൊരു വിഷമവും വേദനയും തോന്നി. കാര്യം പല ആൾക്കാരും കാര്യം അറിയാതെ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് അറിയാതെ, സന്ദർഭവും സാഹചര്യവും അറിയാതെ അല്ലേ അത് ചെയ്യുന്നത് എന്ന് തോന്നിപ്പോയി. എന്തായാലും സഞ്ജു സാംസണോ അല്ലെങ്കിൽ അവരെ ആർക്കെങ്കിലും അറിയാതിരിക്കില്ലല്ലോ. അപ്പൊ സഞ്ജു സാംസണെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു തുടങ്ങിയപ്പോ ഇദ്ദേഹത്തിന് അത് കേൾക്കാൻ കഴിഞ്ഞില്ല. സ്റ്റാർ ഓഫ് ഇന്ത്യസ് ക്വാർട്ടർ ഫൈനൽ and semi-final victory in T20 World Cup is from Trivandrum. വേൾഡ് കപ്പിൽ പങ്കെടുത്ത ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങളായിട്ടുള്ള സഹോദരങ്ങളെ, അവരുടെ മഹത്തായ പ്രകടനത്തെ, ആ പ്രകടനം കാണുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഞാൻ അവരെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. അദ്ദേഹം അത് കേൾക്കുന്നില്ല. അപ്പൊ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനെ സഞ്ജു സാംസണെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഈ സദസ്സിന്റെ പേരിൽ നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഓഫ് കോഴ്സ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോ പലപ്പോഴും ഈ താഴെ നിൽക്കുന്നവരോ മീഡിയയിലൂടെ കാണുന്നവരോ ഈ തർജ്ജമ ചെയ്യുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ചില ആൾക്കാർ പല ട്രോളുകളും മറ്റുമൊക്കെ വെച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ആൾക്കാർ ട്രോളിക്കൊണ്ട് അതൊക്കെ അവരുടെ ഇതാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നത്തിലെ അത് ചെയ്യുന്നതിലൊരു നന്മ കുറവുണ്ട്, ഒരു ശരിക്കുറവുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു പ്രസംഗം ഞാൻ കേൾക്കുകയായിരുന്നു. വളരെ പ്രത്യേകിച്ച് സാഹിത്യം, മലയാള ഭാഷ ഉപയോഗിക്കുന്നതിൽ, കവിത പോലെ സംസാരിക്കുന്നതിൽ ചില ആൾക്കാർക്കെങ്കിലും ഓർമ്മ കാണും. നമ്മുടെ ശ്രീ മോഹൻലാൽ, നമ്മുടെ മലയാളത്തിന്റെ മഹാഭാഗ്യമായ മഹാനടൻ മോഹൻലാൽ, ശ്രീ സമദാനിയുടെ അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം, അല്ലെങ്കിൽ ആ അമ്മ നമുക്ക് ചെയ്യുന്ന മാതൃത്വത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന ഒരു പ്രഭാഷണം കേട്ട്, ശ്രീ സമദാനിയുടെ പ്രഭാഷണം കേട്ട് മോഹൻലാലിന്റെ കണ്ണ് നിറയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തെ പോലൊരു, ഞാനപ്പോ അതുകൊണ്ട് തന്നെ ഈ രാവിലെ ഈ വിവാദം ശ്രദ്ധിച്ചപ്പോൾ ഇതിന്റെ ആൾക്കാരെ ഞാൻ വിളിക്കുകയും സംസാരിക്കുകയും അവരെല്ലാം ഈ ടെക്നിക്കൽ ഇഷ്യൂ ആണ് എന്ന കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അത് നമ്മൾ സാധാരണക്കാർ അറിഞ്ഞിരിക്കണം. ഇദ്ദേഹത്തിന്റെ തന്നെ നമ്മുടെ, എനിക്കൊന്ന് ശിവഗിരിയിൽ വെച്ച് ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവനും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ നടന്നതിന്റെ 100 വർഷമാണ്. അതിന് ശ്രീ രാഹുൽ ഗാന്ധി വളരെ മികച്ച രീതിയിൽ ഒരു പ്രഭാഷണം നടത്തി. അതിന് അതേ രീതിയിൽ, അതേ ചാരുതയോടെ ഒപ്പിയെടുത്ത് മനോഹരമായി ഇദ്ദേഹം നടത്തിയ അതിന്റെ തർജ്ജമയോടെ നമുക്കൊന്ന് കേൾക്കാം. Come here and be part of this function that commemorates the meeting
of two giants. രണ്ട് മഹാപുരുഷന്മാരുടെ സംഗമത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയുള്ള ഈ മഹത്തായ സമ്മേളനത്തിൽ വരാൻ സാധിച്ചത് എനിക്കൊരു ബഹുമാനമായിട്ട് ഞാൻ പരിഗണിക്കുകയാണ്. Sri Narayana Guruji and Mahatma Gandhi. ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി. It is very easy to understand what they must have discussed, even though this conversation took place 100 years ago. 100 കൊല്ലം മുമ്പാണ് ഈ സംഭാഷണം നടന്നതെങ്കിലും എന്താണ് അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഊഹിക്കാനും മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നി. In fact, there is only one thing they could have discussed. അവർക്ക് ഒറ്റ കാര്യമേ ചർച്ച ചെയ്യാനുണ്ടാവുകയുള്ളൂ: Truth and non-violence. സത്യം, അഹിംസ. I am fighting for the Constitution of India. ഞാൻ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് പോരാടുന്നത്. The Constitution says, do not crush those who are weaker than you. Give space to every single being. Narayana Guruji said that. ഭരണഘടന പറഞ്ഞു, അവശരായിട്ടുള്ളവരെ അവഗണിക്കരുത്, അവരെ പരിഗണിക്കണം, അവരെ സഹായിക്കണം. ശ്രീനാരായണ ഗുരുവും അത് തന്നെ പറഞ്ഞു, അവശരെ പരിഗണിക്കണം, അവരെ ചേർത്ത് പിടിക്കണം. The Constitution has forgiveness. Narayana Guruji has forgiveness. വിട്ടുവീഴ്ചയും മാപ്പ് നൽകലും ആണ് ഭരണഘടനയുടെ അന്തസ്സത്തയെങ്കിൽ അത് തന്നെയല്ലേ ഗുരുദർശനത്തിന്റെയും അന്തസ്സത്ത എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. In fact, I was thinking that even if Narayana Guruji and Mahatma Gandhi ji had come, sat down in the same room and said nothing, they would understand each other. നാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും അന്ന് ആശ്രമത്തിൽ വന്ന് പരസ്പരം കണ്ട് ഒന്നും പറയാതെ പരസ്പരം മിണ്ടാതെ മൗനികളായി തിരിച്ചു പോയിരുന്നുവെങ്കിലും ഇതേ കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നു, അവർക്ക് ഇതേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Because what they are discussing is the truth, and the truth is simple. There's nothing complicated about it. കാരണം അവർ ചർച്ച ചെയ്തത് സത്യത്തെ കുറിച്ചാണ്. സത്യം സരള സുന്ദരമാണ്, അതിന് സങ്കീർണതകൾ വശമില്ല. The Constitution. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം സത്യം സരള സുന്ദരമാണ്, അതിന് സങ്കീർണതകളില്ല. അതായത് ലാളിത്യത്തോടൊപ്പം എന്നാൽ ഗംഭീരമായ ആശയങ്ങൾ ലളിത സുന്ദരമായ മനോഹര പദത്തോടെ അതിന്റെ ചാരുത ഒട്ടും ചോർന്നു പോകാതെ തർജിമ ചെയ്യുന്നതിൽ വ്യത്യസ്ത ഭാഷകൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ധാരണയിൽ അദ്ദേഹത്തിന് മലയാളവും ഇംഗ്ലീഷും നമ്മുടെ ഭാഷകൾ മാത്രമല്ല ഉറുദുവും അല്ലെങ്കിൽ വ്യത്യസ്ത ലോക ഭാഷകൾ തന്നെ അറബിക്കും ഉറുദുവും അടക്കം അറിയുന്ന ഒരു പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തിക്ക് സാങ്കേതികമായൊരു, അതായത് ടെക്നിക്കലി നമുക്ക് കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന് 1-2 പദങ്ങൾ വിട്ടുപോയി എന്നതുകൊണ്ട് തർജിമ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തെ തർജിമ ചെയ്തു എന്ന് പറയുന്ന ട്രോൾ ചെയ്യുന്നതൊക്കെ അനാവശ്യമാണ്, ശരിയല്ലാത്തതാണ്. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രഭാഷണ മികവിൽ ഒന്നാണ് ശ്രീ അബ്ദുൽ സമദ്. ഇതേപോലെ എല്ലാ പാർട്ടികളിലും 1-2 മികച്ച ആൾക്കാരുണ്ട്. ആ രീതിയിൽ ഞങ്ങളൊക്കെ കേട്ടു വളർന്ന എന്താ പറയണേ, സുകുമാരനിക്കോട് സാറിനെ കുറിച്ച് സാഗര ഗർജനം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് സൗമ്യ സുന്ദരമായ അഗാധ പാണ്ഡിത്യ ശൈലിയിൽ സംസാരിക്കുന്ന സമദാരി സാഹിബിനെ ഓർക്കാനും ഈ തർജിമയുടെ വിവാദം വന്നപ്പോൾ എനിക്ക് അതിലൊരു ദുഃഖവും തോന്നി. അങ്ങനെയാണ് ഞാൻ അതിന്റെ സംഘാടകരും അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണക്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കളിയാക്കാനോ അല്ലെങ്കിൽ ഇകഴ്ത്താനോ അല്ലെങ്കിൽ താഴ്ത്താനോ താഴ്ത്തിക്കെട്ടാനോ ട്രോൾ ചെയ്യാനോ ഉള്ള തിരക്കിൽ ഇതിന്റെ പിന്നിൽ നടന്ന യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യത്തെ കൂടെ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയും ഒരുപാട് ഗംഭീരമായ ആശയങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ ശ്രീ സമദാനി സാഹിബിനെ പോലെ ഉള്ള ഒരാൾക്ക് കഴിയട്ടെ. കൂടുതൽ ഗൗരവമുള്ള കാര്യങ്ങൾ ലളിത സുന്ദരമായ അതോടൊപ്പം സാഹിത്യ ഭംഗിയുള്ള ഭാഷയിൽ നമുക്ക് പകർന്നു തരാൻ അദ്ദേഹത്തെ പോലുള്ളവർക്ക് ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ വൻ വിജയമായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ പരിപാടികൾ. അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടികളാണെങ്കിലും ശിവഗിരി മഠത്തിലെ സന്ദർശനമാണെങ്കിലും നമ്മുടെ ശ്രീ VD സതീശന്റെ പരിപാടിയാണെങ്കിലും ഒക്കെ ഗംഭീരമായി പോയി. എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കും.